ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. കരളിന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും തകരാറുകൾ വന്നാൽ അത് ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ ഇല്ലാതാക്കും. കരൾ പ്രവർത്തനരഹിതമായ ശാരീരിക പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ കൃത്യമായ രീതിയിൽ നടക്കില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇന്നത്തെ കാലത്ത് നമ്മുടെ ജീവിത രീതി ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ജോലി തിരക്കും മാനസിക സമ്മർദ്ദവും ഭക്ഷണ രീതിയിലെ മാറ്റങ്ങളും എല്ലാം നമ്മുടെ ശരീരത്തെ വിഷമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് മദ്യപിക്കുന്നവരിൽ മാത്രമല്ല അല്ലാത്തവരിലും കരൾ രോഗം പിടിമുറുക്കിയിട്ടുണ്ട്. ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഇതിന് കാരണം. ആരോഗ്യകരമല്ലാത്ത പല ശീലങ്ങളും ഇതിനു പുറകിലുണ്ട്. എന്നാൽ കരളിലെ വിഷം കളയാൻ ഇനി ആരോഗ്യകരമായ ചില ഭക്ഷണങ്ങളിലൂടെ സാധിക്കും. വെളുത്തുള്ളി. ആരോഗ്യ ഗുണങ്ങൾ നിരവധിയാണ് വെളുത്തുള്ളിക്ക്. കരൾ വൃത്തിയാക്കുന്നതിനും കരളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ടോക്സിനെ ഇല്ലാതാക്കുന്നതിനും വെളുത്തുള്ളി മുന്നിൽ തന്നെയാണ്. വിറ്റാമിൻ B6, വിറ്റാമിൻ C എന്നിവയാണ് കരളിലെ രക്തകോശങ്ങളെ സംരക്ഷിക്കുന്നത്. ഇത് വെളുത്തുള്ളി ധാരാളം അടങ്ങിയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ സ്ഥിരമായി ലഭിക്കുന്ന ഒരു പഴമാണ് മധുര നാരങ്ങ. വിറ്റാമിൻ C കൊണ്ട് സമ്പുഷ്ടമാണ് മധുര നാരങ്ങ. കരൾ രോഗത്തെ ശരീരത്തിനടുത്തേക്ക് അടുപ്പിക്ക കൂടിയില്ല. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും ഇത് മുന്നിലാണ്. ചീര, മുരിങ്ങ, തക്കാളി തുടങ്ങിയ പച്ചക്കറികൾ യാതൊരു വിധത്തിലുള്ള രാസവസ്തുക്കളും ഉപയോഗിക്കാതെയുള്ള ഉപയോഗം കരളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള വിഷത്തെ എന്നേക്കുമായി ഇല്ലാതാക്കുന്നു. അവക്കാഡ കഴിക്കുന്നത് നമുക്കൊരു ശീലമാക്കുകയാണെങ്കിൽ കരളിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുകയും കൊളസ്ട്രോൾ ലെവൽ കൃത്യമാക്കുകയും ചെയ്യും. കരളിലുള്ള അമോണിയയെ വേർതിരിക്കാൻ ഏറ്റവും പറ്റിയ ഒന്നാണ് വാൾനട്ട്. omega-3 ഫാറ്റി ആസിഡ്, അമിനോ ആസിഡ് എന്നിവ വാൾനട്ടിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കരളിലെ വിഷത്തെ അല്പാൽപമായി പുറത്തു തള്ളി കരൾ ക്ലീൻ ആക്കുന്നു. ഏത് വിഷത്തെയും പ്രതിരോധിക്കാനുള്ള പ്രത്യേക കഴിവ് മഞ്ഞളിനുണ്ട്. ഇത് കരളിലെ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയും കരൾ രോഗങ്ങൾ ഉൾപ്പെടെയുള്ള ഗുരുതരമായ അവസ്ഥയെ ലഘൂകരിക്കുകയും ചെയ്യുന്നു. ദിവസവും ആപ്പിൾ കഴിച്ചാൽ ഡോക്ടറെ അകറ്റാമെന്ന് പറയുന്നത് വെറുതെയല്ല. കാരണം ആപ്പിൾ കഴിക്കുന്നതിലൂടെ ശരീരത്തിലെ ടോക്സിനുകളെല്ലാം ഇല്ലാതാകുന്നു. സിട്രസ് ആണ് നാരങ്ങയുടെ പ്രത്യേകത. വിറ്റാമിൻ C ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് ശരീരത്തെ വിഷരഹിതമാക്കുന്നു. നാരങ്ങ നീര് പിഴിഞ്ഞ് വെള്ളം കുടിക്കുന്നത് എന്തുകൊണ്ടും കരളിന്റെ പ്രവർത്തനങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നു. കരളിലെ കോശങ്ങളുടെ പുനർജീവനത്തിനും ടോക്സിൻ എന്നറിയപ്പെടുന്ന വിഷവസ്തു പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിവുള്ള ഒന്നാണ് കാബേജ്. ഒലീവ് ഓയിൽ ശരീരത്തിന് അനാരോഗ്യകരമായി നിലകൊള്ളുന്ന ടോക്സിനെ വലിച്ചെടുക്കാൻ കഴിവുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒലീവ് ഓയിലിന്റെ ഉപയോഗം കരളിനെ ആരോഗ്യം നൽകുകയും ചെയ്യുന്നു. ദിവസവും പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.